ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഡർഡിൽ ഡോർ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഡർഡിൽ ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കാർ പാർക്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വോക്കുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഈ ഡർഡിൽ ഡോർ എന്ന് പറയുന്നത് ഒരു ലൈം സ്റ്റോൺ ആർച്ചാണ്. നാച്ചുറലി ജുറാസിക് കോസ്റ്റിലുള്ളതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡോർസെറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ പണ്ടൊക്കെ ഈ നോട്ട്ബുക്കിൻ്റെ കവർ പേജിൽ ഡർഡിൽ ഡോർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പതുക്കെ നടന്നു പോവാണ്. ഈ ടർഡിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ വേറെ 1-2 സ്ഥലം കൂടി കാണാനുള്ളതുണ്ട്. അതെന്ന് പറയുന്നത് ലൽവർത്ത് കോവും പിന്നെ മാനോവർ ബീച്ചുമാണ്. രണ്ടും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് മാനോവർ ബീച്ച്. അതിന് സ്റ്റെയർ ഹോൾസ് ഉണ്ട് താഴേട്ടേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ അതിൻ്റെ ചുറ്റും ചോക്ക് മൗണ്ടൻസ് ആണ് കേട്ടോ. ഇതാണ് ഡർഡിൽ ഡോർ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇനി ഇവിടെ നിന്ന് പതുക്കെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റെയർ ഹോള് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങാൻ ഒരല്പം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഏരിയ നല്ല ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ്, ലൽവർത്ത് എസ്റ്റേറ്റാണ് ഇത് ഓൺ ചെയ്തേക്കുന്നത്. പക്ഷേ പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, എൻട്രി ഫീസോ അങ്ങനെയൊന്നുമില്ല. പതുക്കെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ താഴത്തെ ബീച്ചിലൊക്കെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.